വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പ്രസ്താവനയിൽ സർക്കാർ മറുപടി പറയണമെന്ന് സമസ്ത AP വിഭാഗം. ക്രമസമാധാന പ്രശ്നമായി കണ്ട് സർക്കാർ നടപടിയെടുക്കണം. വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം ആരും അംഗീകരിക്കില്ലെന്നും കേരള മുസ്ലിം ജമാഅത്ത് നേതാവ് ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. ഇതിന് ഇനി മറുപടി പറയേണ്ടത് സർക്കാരാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം കാലം അത്രയും നേടിയെടുത്ത ഏറ്റവും വലിയ ഒരു സൽപ്പേരാണ് മതസൗഹാർദ്ദം, ഒത്തൊരുമ, കൂട്ടായ്മ. ഒരു ക്രമസമാധാന പ്രശ്നമായി കണ്ട് അതിന് സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തി സർക്കാർ തീരുമാനമെടുക്കണമെന്നാണ് ഞങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശം. സലാം മുഹമ്മദ് ചേരുന്നുണ്ട്. സലാം, എന്താണ് അദ്ദേഹത്തിന്റെ ആവശ്യം? വിഷയത്തിൽ സർക്കാർ ഇതുവരെ കാര്യമായ നടപടികളിലേക്കോ പ്രതികരണങ്ങളിലേക്കോ കടക്കാത്തതിൽ വലിയ അമർഷം പല സംഘടനകളും നേരത്തെ തന്നെ രേഖപ്പെടുത്തിയതാണ്. ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്ത് നേതാവ് പറയുന്നത് വെള്ളാപ്പള്ളി വിദ്വേഷ വർഗീയ പരാമർശങ്ങൾ ഈ നിർബാധം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ സമസ്ത AP വിഭാഗം ഒരു അതിരൂക്ഷമായൊരു വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതൊരു ക്രമസമാധാന പ്രശ്നമായി കണ്ട് ഇക്കാര്യത്തിൽ ഇടപെടണമെന്നുള്ളൊരു ആവശ്യമാണ് ഈ സമസ്ത AP വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. AP വിഭാഗം ഈ സമസ്ത 100ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കേരള യാത്രക്കിടെയാണ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയും ഖലീൽ ബുഖാരി തങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഇടപെടലിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. സർക്കാർ തിരുത്തണം എന്നുള്ളതാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ അടക്കം ആവശ്യം. സർക്കാർ വെള്ളാപ്പള്ളിയോട് എടുക്കുന്ന സമീപനം തിരുത്തണം എന്നുള്ളൊരു ആവശ്യം വെള്ളാപ്പള്ളിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യമായാണ് ഒരു വിമർശനം AP വിഭാഗത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. നേരത്തെ തന്നെ ഒഴുക്കം മട്ടിൽ ഈ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയാലും അംഗീകരിക്കാനാകില്ല എന്ന തരത്തിലായിരുന്നു AP വിഭാഗത്തിന്റെ പ്രതികരണമെങ്കിൽ ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു നിസ്സംഗത അല്ലെങ്കിൽ അത്തരമൊരു സമീപനം, വെള്ളാപ്പള്ളിയോട് എടുക്കുന്ന സമീപനത്തിൽ ഒരു തിരുത്തൽ ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യം കൂടി, അത് ശക്തമായ ഒരു ആവശ്യം കൂടി ഇപ്പോൾ AP വിഭാഗത്തിന്റെ ഭാഗത്തുണ്ടാവുകയാണ്. ഏതായാലും വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ അത് ഒരു ക്രമസമാധാന പ്രശ്നമായി കണ്ടുകൊണ്ട് സർക്കാർ നടപടിയെടുക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നിയമപരമായി കേസെടുക്കണമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും അവരുടെ ഒരു ആവശ്യമായി നമുക്ക് വായിച്ചെടുക്കാനാകുന്നത്. അത്തരത്തിൽ ഒരു ആവശ്യമാണ് ഇപ്പോൾ AP വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. ധന്യവാദം.